വളരെ അത്യാവശ്യമായിട്ട്, വളരെ അർജന്റായിട്ട് ഇപ്പോൾ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന പോലെയാണ് കോഴിക്കോട് ബീച്ചിൽ ഒരാളല്ല, ഒരു ടീം മതങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പബ്ലിക്കിൽ നിന്ന് ഒപ്പീനിയൻ കൈക്കൊള്ളുവാണെങ്കിൽ ഓക്കെ, അങ്ങനെയല്ല, അടിച്ചേൽപ്പിക്കുകയാണ്. അതാണല്ലോ ഇപ്പോൾ അത്യാവശ്യം. കേരളത്തിന്റെ തലയുടെ മുകളിൽ ഒരു ജലബോംബ് എപ്പോ പൊട്ടും എന്നറിയാതെ നിൽക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും ആർക്കും യാതൊരു ഓർമ്മയോ ചിന്തയോ ഇല്ല. പുറത്തേക്ക് അങ്ങോട്ടും പോകാനായിട്ട് ഉള്ള പ്ലാൻ ഉണ്ടെങ്കിലും പല ബന്ധുക്കളും ഇവിടെ ഉണ്ടല്ലോ. നമ്മളെല്ലാവരും തന്നെ കേരളീയരാണ്. ഇപ്പൊ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ആദ്യത്തെ ഒരു പ്രശ്നമാണ് ഈ ഡാം. ഇപ്പൊ പുതിയൊരു ഡാം വരാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിക്കൊണ്ട് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുക, സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. ഇപ്പൊ ഒരു മതം മാറിയെന്ന് വിചാരിച്ചിട്ടോ മാറിയില്ലെന്ന് വിചാരിച്ചിട്ടോ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓരോരുത്തർ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ഇപ്പൊ ഒരു മതത്തിൽ ചേർന്നാൽ അഭിപ്രായത്തിന് വ്യത്യാസം ഉണ്ടാവാം, മതത്തിൽ ചേർന്നില്ലെങ്കിൽ അഭിപ്രായത്തിന് വ്യത്യാസം ഉണ്ടാവാം. അടിസ്ഥാനപരമായിട്ട് ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശിക്കും പ്രകാരമാണ് എല്ലാവരും ജീവിക്കുന്നത്. ആ ഒരു ക്രമം ആർക്കും തെറ്റിക്കാൻ പറ്റില്ല, നിയമങ്ങൾ തെറ്റിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ അതൊന്നും തെറ്റിക്കാന്നുള്ളതും അല്ല കാര്യം. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, നമ്മുടെ സമൂഹത്തിന് ഇപ്പോ ആവശ്യം എന്താണ്, ആ ഒരു തിരിച്ചറിവില്ലാത്തവര് ഏത് മതക്കാരാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? മതത്തെപ്പറ്റി പാട്ടും പാടി നടന്നാൽ സമൂഹത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ സാമൂഹികമായിട്ട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി സമൂഹത്തോടുണ്ടല്ലോ. ആ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് നമ്മളെ സമൂഹത്തിൽ നമുക്കൊരു ഐഡന്റിറ്റി തരുന്നത്. ഒരു മതം സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഒരു രാഷ്ട്രീയം സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഒരു രാഷ്ട്രീയ പാർട്ടി. അപ്പൊ അതൊക്കെയാണ് ആളുകൾ നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അത്യാവശ്യമായിട്ട് ഇപ്പോൾ വേണ്ടത് മതമോ മതപ്രചരണമോ മതം മാറ്റമോ ഒന്നുമല്ല. ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവര് ആ സമയത്ത് ഇതുപോലെ സമൂഹത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ പറയുവോ, അതിന് പ്രേരണ കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉചിതം. നമ്മളൊക്കെ ഒരു കുഞ്ഞ് കേരളത്തിൽ ജീവിക്കുന്ന കുറെ കുഞ്ഞാളുകളാണ്. അതെപ്പോഴും ഓർമ്മ വേണം. നമ്മുടെ അമ്മമാരും ഉമ്മമാരും ബാപ്പയും അങ്ങനെ ഒത്തിരി പേരുണ്ടല്ലോ ഇവിടെ. അതൊക്കെ ഓർമ്മ വേണം.